ആന്ധ്രയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് സ്ഥലം. നഗരത്തിലെ ഏജൻസിയിൽ നിന്ന് വണ്ടിക്കൂലിയും വാങ്ങി ഇന്നേവരെ കേൾക്കാത്ത ആ സ്ഥലത്തേക്ക് സെക്യൂരിറ്റി ജോലിക്ക് പോകുമ്പോൾ നിജലിംഗത്തിന്റെ മനസ്സ് നിറയെ പ്രതീക്ഷകളായിരുന്നു. അന്നത്തെ കണക്ക് വെച്ച് മാസം 15,000 രൂപ നിസ്സാര കാശല്ല. അതും ചിലവെല്ലാം കഴിഞ്ഞ് കൃത്യം ആ പണം കയ്യിലേക്ക് കിട്ടും. 6 മാസം കഴിഞ്ഞാൽ 90,000 രൂപയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലാം. നിലവിലെ കടങ്ങളൊക്കെ വീട്ടി എല്ലാ ടെൻഷനുകളിലും നിന്നുള്ള മോചനം. 4 ബസ് കയറി 5-5.5 മണിക്കൂർ യാത്ര ചെയ്താണ് വിജനമായ ഒരു പരുത്തിപ്പാടത്തിന് മുന്നിൽ ഇറങ്ങിയത്. കുറെ കഴിഞ്ഞപ്പോൾ അതിലെ വന്ന ഒരു ലോറിക്ക് കൈ കാണിച്ച് കയറി. പിന്നീട് അതിലായി യാത്ര. ഏജൻസിയിൽ നിന്ന് വിട്ടപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ആ സ്ഥലത്ത് ഇറങ്ങിയ ശേഷം അതിലൂടെ പോകുന്ന ഏത് ലോറിയിൽ കയറിയാലും എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തുമെന്ന്. ആ കുഗ്രാമത്തില് പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് നിജലിംഗത്തിന് പോകേണ്ടത്. അതിലെ പോകുന്ന ലോറികളെല്ലാം തന്നെ വർക്ക് സൈറ്റിലേക്ക് സാധനങ്ങളുമായി പോകുന്നവയാണ്. അങ്ങനെ വീണ്ടും 40 മിനിറ്റോളം ലോറിയിൽ സഞ്ചരിച്ച ശേഷം ആ പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തി. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന പല കൂട്ടം വീടുകളും 3-4 ചെറിയ കടകൾ മാത്രമുള്ള ഒരു കവലയുമുള്ള ഒരു കൊച്ചു ഗ്രാമം. ലോറി കടന്നു പോകുമ്പോൾ മുഖത്ത് ഒരു ഭാവവുമില്ലാതെ അവരെ തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന ആളുകൾ. കവലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദൂരെ തലയുയർത്തി തുടങ്ങിയ ഫാക്ടറി നന്നായി കാണാമായിരുന്നു. ജോലിക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ വൈകുന്നേരം വരെ റെസ്റ്റ് എടുക്കാനാണ് സൂപ്പർവൈസർ പറഞ്ഞത്. പകൽ അവിടെ ജോലിയൊന്നുമില്ല, രാത്രി മാത്രമാണ് പണി. പതുക്കെ അവിടുത്തെ പോസ്റ്റിൽ ഇരുന്ന ആളിൽ നിന്ന് ജോലിയുടെ ഏകദേശ രൂപം മനസ്സിലായി. രാത്രിയിലെ ഗേറ്റ് കീപ്പര്, അത്രയേ ഉള്ളൂ ജോലി. അതിനാണ് 15,000 ശമ്പളം. ആ സൈറ്റിലേക്ക് 2 ഗേറ്റുകളാണ് ഉള്ളത്. ഒന്ന് സൈറ്റിന്റെ മെയിൻ ഗേറ്റ്, അവിടെയാണ് നിജലിംഗത്തിന്റെ പോസ്റ്റ്. ഒരു 400 മീറ്റർ അകലെയായി വഴിയിലേക്ക് തുറക്കുന്ന ഒരു വമ്പന ഗേറ്റ് കൂടിയുണ്ട്. കമ്പിവേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഈ ഏരിയയ്ക്ക് അകത്താണ് സൈറ്റിലേക്ക് വരുന്ന വണ്ടികളൊക്കെ നിർത്തിയിടുക. രാത്രിയിൽ അങ്ങനെ വണ്ടികൾ അധികം വരാറില്ല. അതുകൊണ്ട് വൈകുന്നേരം ജോലിക്കാര് പോയ ശേഷം ആ ഗേറ്റ് പൂട്ടിയിടും. ഇനി ആരെങ്കിലും വന്നാൽ പോയി അത് തുറന്നു കൊടുക്കണം. ആ വലിയ സൈറ്റിനകത്ത് സഞ്ചരിക്കാൻ ഒരു സൈക്കിളും കൊടുത്തിട്ടുണ്ട്. അന്ന് വൈകിട്ട് പോസ്റ്റിനോട് ചേർന്ന റൂമിൽ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് ആദ്യത്തെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അയാൾ മനസ്സിലാക്കിയത്. നാളെ വെളുപ്പിന് 6 മണി വരെ താൻ ആ സൈറ്റിനകത്ത് തനിച്ചായിരിക്കും. രാത്രി ഇവിടെ ആരും ശല്യത്തിന് വരില്ല. പുറത്ത് വണ്ടി വന്ന് ഹോണടി കേൾക്കുമ്പോൾ പോയി ഗേറ്റ് തുറന്നാല് മാത്രം മതി. പിന്നെ പോകുമ്പോൾ ചതുപ്പില് വീഴാതെ സൂക്ഷിക്കണം. ഡ്യൂട്ടി കൈമാറിയ വാച്ച്മാന് ചിരിച്ചുകൊണ്ട് ഉപദേശിച്ചു. ചതുപ്പോ? ഏത് ചതുപ്പ്? നിജലിംഗത്തിന് ഒന്നും മനസ്സിലായില്ല. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അയാൾ സൈക്കിളും എടുത്ത് വെറുതെ ഗേറ്റ് വരെ ഒന്ന് പോയിട്ട് വന്നു. ഈ ചതുപ്പ് എവിടെയാണെന്ന് കാണണമല്ലോ. ഏതാണ്ട് 300 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ആ പറഞ്ഞ ചതുപ്പ് അയാൾ കണ്ടു. 2 വശത്തേക്കും വിശാലമായി പരന്നു കിടക്കുന്ന ഒന്നായിരുന്നു അത്. ചതുപ്പ് മുറിച്ച് ഗേറ്റ് വരെ ഒരു പാലം പോലെ മണ്ണിട്ട റോഡുണ്ട്. അത് ഉണ്ടാക്കിയതാണോ നേരത്തെ ഉണ്ടായതാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ലോറിക്ക് കഷ്ടിച്ച് വരാവുന്ന വീതി മാത്രം. ആ ഗേറ്റ് ഒന്ന് നോക്കി. അതിന്റെ താഴും താക്കോലും മനസ്സിലാക്കിയ ശേഷം നിജലിംഗം തിരികെ വന്നു. ഇനി രാവിലെ 6 മണി വരെ ഈ പ്രദേശത്ത് താന് തനിച്ച് മാത്രം. അങ്ങിങ്ങായി നിർത്തിയിട്ടിരുന്ന ലോറികളിലെ ചിലതിലെങ്കിലും ഡ്രൈവർമാരോ ക്ലീനർമാരോ ഉണ്ടായിരുന്നെങ്കിൽ എന്നും ആഗ്രഹിച്ചുകൊണ്ട് അയാൾ കാബിനിലേക്ക് കയറി. എന്നിട്ട് അവിടിരുന്ന ചെറിയ റേഡിയോയും ട്യൂണ് ചെയ്ത് സമയം കളഞ്ഞു. വെളുപ്പിന് 4:30-5 മണിക്ക് നീട്ടിയുള്ള ഹോണടി കേട്ടാണ് ഉണരുന്നത്. മുകളിൽ കയറി നോക്കിയപ്പോൾ ഗേറ്റിങ്കല് ഏതോ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്. വേഗം സൈക്കിൾ എടുത്ത് പാഞ്ഞു ചെന്ന് ഗേറ്റ് തുറന്നു. പോകുന്ന വഴിക്ക് ചതുപ്പിന്റെ ഭാഗം വളരെ ശ്രദ്ധയോടെയാണ് കടന്നത്. വിശാഖപട്ടണത്ത് നിന്നുള്ള സിമന്റ് ലോഡ് ആയിരുന്നു ആ വന്നത്. അങ്ങനെ ഡ്യൂട്ടിയിൽ ഏതാണ്ട് ഒരാഴ്ചയോളം കടന്നുപോയി. ഇടയ്ക്ക് രാത്രിയിൽ ഏതെങ്കിലും ലോറിക്കാര് കൂടിയുണ്ടാകും. ചിലപ്പോൾ ആദ്യത്തെ ദിവസം പോലെ ആരും കാണില്ല. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ ഒരു ദിവസത്തിലേറെ അവിടെ തനിച്ച് കഴിയേണ്ടി വരും. രാത്രി ചതുപ്പിൽ കാണുന്ന വെളിച്ചവും സൈറ്റിനകത്തും പുറത്തുമായി കേൾക്കുന്ന അജ്ഞാത ശബ്ദങ്ങളും അയാളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നെങ്കിലും 2 ദിവസങ്ങൾ കൊണ്ട് എല്ലാം ശീലമായി. ഒരിക്കൽ പുറത്തേക്ക് ഒന്ന് നടക്കാന് പോയപ്പോൾ ഗ്രാമവാസികളിൽ നിന്ന് അത്ര നല്ല സ്വീകരണമല്ല ലഭിച്ചത്. പരിസര പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാകട്ടെ ആ സ്ഥലം